33-ാം ദിവസം വിവേചന ബുദ്ധി അല്ലെങ്കിൽ ആഴത്തിലുള്ള ഉൾക്കാഴ്ച. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധി മതിയാകും. എന്നാൽ പല നല്ല കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമമായത് കണ്ടെത്താൻ വിവേചന ബുദ്ധി ആവശ്യമാണ്. ആത്മാക്കളുടെ വിവേചനത്തെക്കുറിച്ച് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ പഠനമനുസരിച്ച് നമ്മുടെ ഉള്ളിലെ ചലനങ്ങളെ നിരീക്ഷിക്കണം. ഒരു തീരുമാനമെടുക്കുമ്പോൾ ഹൃദയത്തിൽ ആഴത്തിലുള്ള സമാധാനം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ദൈവഹിതമാണ്. അസ്വസ്ഥതയോ ഭയമോ തോന്നുന്നുണ്ടെങ്കിൽ അത് വിവേചന ബുദ്ധിയോടെ പുനഃപരിശോധിക്കണം. അല്പം മനഃശാസ്ത്രം, കൊഗ്നിറ്റീവ് ക്ലാരിറ്റി. ആധുനിക മനഃശാസ്ത്രത്തിൽ വിവേചന ബുദ്ധി എന്നത് വിവേചനപരമായ ചിന്ത ആണ്. വിവരങ്ങൾ കൊണ്ട് മനസ്സ് നിറയുമ്പോൾ ഏത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. വാർത്തകളുടെ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഡിജിറ്റൽ ലോകത്ത് വിവേചന ബുദ്ധി എങ്ങനെ ഒരു കവചമാകുന്നു എന്നതിന് ഒരു സംഭവം മികച്ച ഉദാഹരണമാണ്. അടുത്തിടെ കേരളത്തിലെ ഒരു പ്രമുഖ ബാങ്കിന്റെ പേരിൽ ഒരു വീഡിയോ സന്ദേശം പ്രചരിച്ചു. ബാങ്ക് തകരാൻ പോവുകയാണെന്നും ഉടൻ പണം പിൻവലിക്കണമെന്നും അതിൽ ബാങ്ക് മാനേജർ എന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ ആവശ്യപ്പെട്ടു. AI ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ ആയിരുന്നു അത്. വിവേചന ബുദ്ധി പ്രയോഗിച്ചവർ വാർത്ത കേട്ട് പരിഭ്രമിച്ച് ബാങ്കിലേക്ക് ഓടുന്നതിന് പകരം ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കുകയും വീഡിയോയിലെ സംസാര രീതിയിലെ അസ്വാഭാവികത ശ്രദ്ധിക്കുകയും ചെയ്തു. ഈ വാർത്ത എന്നെ ഭയപ്പെടുത്തുന്നോ അതോ സമാധാനിപ്പിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച അവർ അതൊരു വ്യാജ വാർത്തയാണെന്ന് തിരിച്ചറിഞ്ഞു. വിവരങ്ങൾ നമ്മുടെ മുൻപിലെത്തുമ്പോൾ അത് വിവേചന ബുദ്ധി ഉപയോഗിച്ച് പരിശോധിച്ചില്ലെങ്കിൽ നാം വഞ്ചിക്കപ്പെടും. സത്യവും മിഥ്യവും തമ്മിലുള്ള നേർത്ത നൂൽപ്പാലം തിരിച്ചറിയുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിവേകം. ഉദാഹരണമായി, നിങ്ങൾക്ക് ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലി വാഗ്ദാനം ലഭിക്കുന്നു. എന്നാൽ ആ ജോലി ചെയ്താൽ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയില്ല. സാധാരണ ബുദ്ധി പണം തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ വിവേചന ബുദ്ധി നിങ്ങളുടെ ജീവിതത്തിലെ ദീർഘകാല സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു വാർത്ത കേട്ട് അത് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് വികസിപ്പിച്ച് പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് വിവേചന ശക്തി ഉപയോഗിച്ച് ഒന്ന് ചിന്തിക്കുക. മറ്റുള്ളവരോട് കടുത്ത പകയും അസൂയയും വിദ്വേഷവും അഹങ്കാരവും ഉള്ളിലുള്ളപ്പോൾ ശരിയായി കാര്യങ്ങൾ വിവേചിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു. അങ്ങനെ നമ്മൾ ദുഷ്ടാരൂപിക്ക് പിടികൊടുക്കുന്നു. വിവേചന ബുദ്ധിയില്ലാതെ സംസാരിക്കുന്ന സംസാരങ്ങൾ അധർമ്മത്തിലേക്കും പരദൂഷണത്തിലേക്കും നമ്മെ വഴി നടത്തുന്നു. ഇന്ന് ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് 1 മിനിറ്റ് നിശബ്ദമായിരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ സമാധാനത്തെ അളക്കുക. ചോദിക്കുക, ഈ തീരുമാനം എന്നെ ദൈവത്തോടും മനുഷ്യരോടും കൂടുതൽ അടുപ്പിക്കുന്നുണ്ടോ? അതിൻ്റെ ഫലം സമാധാനം അനുഭവപ്പെടുന്ന വഴി തിരഞ്ഞെടുക്കാൻ സാധിക്കും. വിവരങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ നിറയ്ക്കുമ്പോൾ വിവേചന ബുദ്ധി നിങ്ങളുടെ ഹൃദയത്തെ നയിക്കുന്നു. ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പതർച്ചയുണ്ടാകില്ല എന്ന ഉറപ്പാണ് വിവേചന ബുദ്ധി നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. അറിവ് നമ്മെ മിടുക്കരാക്കാം, എന്നാൽ വിവേചന ബുദ്ധി നമ്മെ ശരിയായ മനുഷ്യരാക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.